ഹായ് ഗൈസ്, ഫ്ലട്ടർ ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു സെർച്ച് ഫംഗ്ഷനാലിറ്റി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ യു ഐ ഉണ്ടായിരിക്കുന്നത്. ആപ്പ് ബാറിൽ ഒരു സെർച്ചിൻ്റെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ ആ ടൈറ്റിൽ മാറിയിട്ട് അവിടെ ഒരു സെർച്ച് ഫീൽഡ് വരുന്നുണ്ട്. നമുക്കത് വെച്ചിട്ട് പേരോ അല്ലെങ്കിൽ ഇമെയിലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെയുള്ള ക്ലോസ് ബട്ടൺ സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് പ്രീവിയസ് ആയിട്ടുള്ള സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഫ്ലട്ടർ ബ്ലോക്കിൽ നമ്മൾ യൂസർ ഇൻ്റർഫേസിലത്തെ ചേഞ്ച് വെച്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ യൂസർ ഇൻ്റർഫേസിന് ഇവൻ്റ് പോകുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സ്കെഫോൾഡിൻ്റെ താഴെ ബോഡിയിലായിട്ടാണ് നമ്മൾ യൂസർ ലിസ്റ്റ് വ്യൂ ആഡ് ചെയ്തിരുന്നത്. ഇനിയുള്ളൊരു കേസിൽ നമുക്ക് ഈവൻ സ്കെഫോൾഡിൽ തൊട്ട് ആപ്പ് ബാറിന് താഴെയുള്ള ഭാഗം തൊട്ട് തന്നെ നമുക്കത് റീബിൽഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഫാക്ടറിങ് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് ഇവിടെ മാറ്റാം. ഇവിടെ നമുക്ക് ഈ യൂസർ ലിസ്റ്റ് വ്യൂവിൽ തന്നെ സ്കെഫോൾഡ് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം അത് മുഴുവനായിട്ട് നമുക്ക് എന്തായാലും റീബിൽഡ് ചെയ്യണം. ഇവിടെ നമ്മൾ കൺസ്യൂമർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ലിസണർ ഉണ്ട്, ബിൽഡർ ഉണ്ട്. ഈ ബിൽഡറിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഈ സ്കെഫോൾഡ് നേരത്തെ ഉണ്ടായിരുന്നത് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ബോഡി എന്ന് പറയുന്ന ഒരു വിജറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബോഡി ഡിഫൈൻ ചെയ്യാം. ആ ബോഡി ഒരു കണ്ടെയ്നർ ആയിരിക്കും. നമുക്ക് എല്ലാ കേസസിലും ഇവിടെ റിട്ടേൺ ചെയ്യുന്നതാണ്. നമുക്കത് ബോഡിയിലേക്ക് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി ഇവിടെയുള്ള എൽസ് കണ്ടീഷൻ ഉണ്ട്. അതും കൂടി ബോഡിയിലേക്ക് ആഡ് ചെയ്യണം. ഇത്ര ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു റീഫാക്ടറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പ് ബാറിൻ്റെ ടോപ്പിലായിട്ട്, ആപ്പ് ബാറിലാണ് നമ്മൾ ആക്ഷനായിട്ട് സെർച്ച് ബട്ടൺ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആക്ഷൻസ് യൂസ് ചെയ്യാം. അവിടെ ഒരു ഐക്കൺ ബട്ടൺ ആഡ് ചെയ്യാം. ഐക്കൺ ബട്ടൺ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നൊരു ടാപ്പിൻ്റെ കോൾ ബാക്കും പിന്നെ ഒരു ഐക്കണിൻ്റെ ഒരു വിജറ്റും. നമുക്കൊരു സെർച്ചിൻ്റെ ഒരു ഐക്കൺ ആഡ് ചെയ്യാം. ഇനി ഓൺ സെർച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഇവൻ്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സെർച്ച് ആ ടൈറ്റിൽ മാറിയിട്ട് അതിന് പകരം അവിടെ ഒരു സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് വരണം. അതായത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇത് മാറിയിട്ട് അവിടെ അത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UI എന്നൊരു ഇവൻ്റ് കൊടുക്കണം. അതായത് നമുക്കൊരു സെർച്ചിൻ്റെ ഒരു മോഡ് ടോഗിൾ ചെയ്യാണ്. ടോഗിൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ടേൺ ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ടോഗിൾ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ടോഗിൾ ഇവൻ്റ് ഹാൻഡിൽ ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കിലുള്ള ഹാൻഡിലർ മെത്തേഡും അതിൻ്റെ സ്റ്റേറ്റും നമുക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ചേഞ്ച് ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ യൂസ് കേസ് ചെയ്യുമ്പോഴും ഓരോ യൂസ് കേസ് നമ്മൾ ടു ദ എൻഡ്, സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഒരു നല്ല ഒരു രീതിയിൽ എല്ലാ കേസസും കവർ ചെയ്യാൻ എളുപ്പം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഓരോ സെക്ഷൻ ഓരോന്നായിട്ട് തന്നെ ചെയ്തു പോകാം. പക്ഷേ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്കിൽ ആദ്യം ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് രണ്ട് ഇവൻ്റാണ് ഉള്ളത്. ഒന്ന് യൂസർ ലിസ്റ്റ് ഫെച്ച് ചെയ്യാനും പിന്നെ ഒരു സെലക്ഷൻ യൂസർ ഇവൻ്റും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കവർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. നമുക്കിനി ഇവിടെ ഒരു യൂസർ സെർച്ച് ടോഗിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടോഗിൾ യൂസർ സെർച്ച് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് യൂസർ ലിസ്റ്റ് ഇവൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതിൽ തന്നെ നമുക്കത് ഓണും ഓഫ് ആക്കാനുള്ളതും വേണം. അതുകൊണ്ട് നമുക്കൊരു ബൂളിയൻ നമുക്ക് ഷോ സെർച്ച് എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇനേബിൾഡ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ആയിട്ടായിരുന്നു കൊടുക്കാം. ഓക്കെ, നമുക്കതിൻ്റെ കൺസ്ട്രക്ടർ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോഗിൾ സെർച്ച് നമ്മൾ കൊടുത്തു. ഇനി ഇത് ഇവൻ്റാണ്. ഈ ഇവൻ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാക്കണം. നമ്മളുടെ സ്റ്റേറ്റിൽ യൂസർ ലിസ്റ്റ് ലോഡഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുകയാണ്, തൽക്കാലം നമുക്ക് ഒരു ചേഞ്ച് മാത്രം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കതായത് അവിടെ അത് സെർച്ച് മോഡ് ആയി എന്നറിയാനായിട്ട് ഒരു ബൂളിയൻ ആഡ് ചെയ്യാം. നമുക്ക് ഷോ സെർച്ച് ഫീൽഡ് എന്ന് പറയുന്ന UIനോട് ക്ലോസ് ആയിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് തന്നെ നമുക്ക് കൊടുക്കാം. അത് നമുക്ക് നെയിംഡ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്.
സെർച്ച് ഫീൽഡ് അതിനൊരു ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് അത് നമുക്ക് എന്തായാലും അത് ആദ്യം കാണിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മളത് ഫാൾസ് ആയിട്ട് കൊടുക്കുന്നു. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എമിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ യൂസർ ലിസ്റ്റ് ലോഡഡിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള വെർഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കോപ്പി വിത്ത് മെത്തേഡ് നമുക്ക് ആഡ് ചെയ്യാം. കോപ്പി വിത്ത് എന്ന് പറഞ്ഞ മെത്തേഡ് ഇതാണ് ജനറൽ ആയിട്ടുള്ള, നമുക്ക് എല്ലാത്തിലും നമുക്ക് തീമിലാണെങ്കിലും സ്റ്റൈലിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ കോപ്പി വിത്ത് യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇനിയെല്ലാം ഓപ്ഷണൽ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 2 എണ്ണം തന്നെ വെച്ച് നമുക്ക് എഴുതാം. ഈ കോപ്പി വിത്ത് മെത്തേഡിലെ എല്ലാ ആർഗ്യുമെൻറ്റ്സും എന്തായാലും ഓപ്ഷണൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് മെത്തേഡിൽ നമുക്ക് അതെന്തായാലും യൂസേഴ്സാണ്. യൂസേഴ്സ് ഇല്ലെങ്കിൽ ആ മെത്തേഡിൽ നമ്മൾ കോപ്പി വിത്ത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻസ് മെത്തേഡാണ്. അതുകൊണ്ട് ആ ഇൻസ്റ്റൻസിലുള്ള യൂസേഴ്സിന് തന്നെ കൊടുക്കാനാണ് പറയുന്നത്. ഷോ സെർച്ച് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആ മെത്തേഡിൽ എന്താണോ ഡീഫോൾട്ട് വാല്യൂ ഉള്ളത് അത് കൊടുക്കാനാണ് ഇത് വെച്ച് എഴുതുന്നത്. നമുക്ക് കോപ്പി മെത്തേഡാണ് ജനറലി നമ്മൾ സ്റ്റേറ്റ് മോഡിഫൈ ചെയ്തിട്ട് ആ സ്റ്റേറ്റ് തന്നെയുള്ള ചേഞ്ചസ് വരുത്തുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂസേഴ്സ് ഉണ്ട്, ഷോ സെർച്ച് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസർ സെലക്റ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ പ്രോപ്സിനും കൂടി ഒന്ന് ഓവർ റൈഡ് ചെയ്യണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഇവൻറ്റുകളൊന്നും വർക്ക് ആവില്ല. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. നമുക്കവിടെ യൂസേഴ്സും ഷോ സെർച്ച് ഫീൽഡും ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറയാം. നമുക്കത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇവൻ്റ് വന്നു, സ്റ്റേറ്റിലെ ചേഞ്ചസ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി ഇത് ബ്ലോക്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഇനി നമുക്ക് പുതിയൊരു ഇവൻ്റാണ് വരുന്നത്. നമുക്കിത് റീഫാക്ടറിങ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വർക്ക് ചെയ്തൊന്ന് ആദ്യം നോക്കാം. അപ്പോൾ പുതിയൊരു ഹാൻഡ്ലർ കൂടി കൊടുക്കണം. ഇവിടെ നമുക്ക് ടോഗിൾ യൂസർ സെർച്ച് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ വെച്ചിട്ട് നമുക്കത് ബ്ലോക്ക് തന്നെ ആക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവൻ്റ് വരികയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നേരത്തെ സ്റ്റേറ്റ് പോലെയല്ല. ഇത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. നമുക്കത് പറയാം, സ്റ്റേറ്റ് ഈസ് യൂസർ ലിസ്റ്റ് ലോഡഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മാത്രമാണ് ഈ ഒരു ഇവൻ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇൻ്റലിജൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എമിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കറൻറ്റ് സ്റ്റേറ്റിനെ നമ്മൾ കോപ്പി വിത്ത് വിളിക്കുന്നു. നമുക്കിവിടെ ആവശ്യമുള്ള ഷോ സെർച്ച് ഫീൽഡ് മാത്രമേ ഇവിടെ സ്കോപ്പിൽ മാറാൻ പോകുന്നുള്ളൂ. നമുക്ക് ഇവൻറ്റിൽ കിട്ടിയിട്ടുള്ള ഈ ഇവൻ്റ് നമുക്ക് എന്തായാലും ടോഗിൾ യൂസർ സെർച്ച് മാത്രമേ ആവുള്ളൂ എന്നറിയാം. അവിടെ നമുക്ക് ഇനേബിൾഡ് ആണെങ്കിൽ അത് ഇനേബിൾ ചെയ്യാനും, അപ്പോൾ അത് ഡിസേബിൾ ചെയ്യുമ്പോൾ അതും കൂടി അത് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് അത് ടോഗിൾ ചെയ്യാനുള്ള ഒരു ഭാഗം കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവൻ്റ് ഉണ്ടാക്കി, സ്റ്റേറ്റിൽ അതിനുള്ള ചേഞ്ചസ് വരുത്തി, ബ്ലോക്കിൽ വരുത്തി. ഇനി നമുക്ക് UI-ൽ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലിസ്റ്റഡ് ലോഡഡ് സ്റ്റേറ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കോമൺ ആയിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ നമുക്കത് ഷോ സെർച്ച് ഫീൽഡ് എന്ന് പറയുന്നൊരു വേരിയബിൾ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്താണെങ്കിൽ ഇവിടെയാണ് സ്റ്റേറ്റ് വരുന്നത്. നമുക്ക് ഷോ സെർച്ച് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ ഷോ സെർച്ച് ഫീൽഡ് തന്നെ ആഡ് ചെയ്തു. അതിനുശേഷം അതാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഷോ സെർച്ച് ഫീൽഡ് ആണെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഫീൽഡ് കാണിക്കണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇല്ലെങ്കിൽ അവിടെയുള്ള യൂസേഴ്സിൻ്റെ ടെക്സ്റ്റ് തന്നെ മതി. നമുക്കൊരു ഫീൽഡ് പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇത്ര ചെയ്യാം. ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡേറ്റ വരുന്നു. ഇപ്പം നമുക്കിനി ആക്ഷൻ സെർച്ചിൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇവൻ്റായിട്ട് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഒന്ന് റീഡ് ചെയ്തെടുക്കാം. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് റീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനൊന്ന് കോമൺ ആയിട്ട് വേണമെങ്കിൽ ടോപ്പിൽ എഴുതാം, കൺവീനിയൻസിനായിട്ട്. റീഡ് നമുക്ക് സേഫായിട്ട് ഇങ്ങനെ എഴുതാം. വാച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും റീഡ് നമുക്ക് വേണമെങ്കിൽ ടോപ്പിൽ കൺവീനിയൻസ് ആയിട്ട് എഴുതാം. ഇവിടെ നമുക്കതിന് മാറ്റിയിട്ട് ബ്ലോക്ക് ഒന്ന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ
സിമിലറായിട്ട് ഇവിടെ നമുക്കൊരു ഇവൻ്റ് ആഡ് ചെയ്യാം. ടോഗിൾ യൂസർ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്തായാലും സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഇനേബിൾ ആയിരിക്കും. നമുക്കത് വൈകാതെ തന്നെ മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇവൻ്റ് ആഡ് ചെയ്തു. ആ ഇവൻറ്റിനനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് കാണിക്കാൻ എഴുതിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബട്ടൺ സെലക്ട് ചെയ്യുന്നു, സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇവൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. അപ്പം നമ്മളിത് ടോഗിൾ ചെയ്യാനുള്ള എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും മാറുന്നില്ല. ഇവിടെ ഹാർഡ് കോഡാണല്ലോ ചെയ്തിരിക്കുന്നത്. യൂസർ സെർച്ച് മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ഇത് കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിവിടെ ഒരു ടോഗിൾ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള വാല്യൂ തന്നെ ഒന്ന് ഒരു ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഷോ സെർച്ച് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് ഈ സെർച്ച് നമുക്കൊന്ന് മാറ്റിയിട്ട് ഷോ സെർച്ച് ഫീൽഡ് ആണെങ്കിൽ അത് ഐക്കൺസ് ഡോട്ട് ക്ലോസ് എന്നുള്ള ബട്ടൺ കൊടുക്കാൻ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആഡ് ആവുന്നു, ക്ലോസ് ആകുമ്പോൾ അത് മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയായി. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വന്നാലും ഇതിപ്പോഴും അത് ആക്ടിവേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫോക്കസ് നോഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോക്കസ് നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ മോഡ് വരുന്ന സമയത്താണെങ്കിൽ അത് ആവണമെന്ന് പറയുന്നൊരു ഇതാണ്. നമുക്ക് രണ്ട് സ്ഥലത്തായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലിസണർ ഉണ്ട്, ലിസണറിൽ ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ളൊരു വിജറ്റ് ബൈൻഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പോസ്റ്റ് ഫ്രെയിം കോൾ ബാക്ക് ആയിട്ടും ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇപ്പോൾ ലിസണറിൽ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ലിസണർ ഒബ്വിയസ്ലി വിജറ്റ്സ് റിട്ടേൺ ചെയ്യാത്ത എല്ലാതും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് ലിസണറാണ്. അവിടെ നമുക്ക് സ്റ്റേറ്റ് വൈസ് ലോഡഡ് ആണെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്, നമുക്കൊരു ഫോക്കസ് നോഡ് ആഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ്, നമുക്കതിപ്പോൾ തൽക്കാലം ഇവിടെ ഫൈനലായിട്ട് തന്നെ ആഡ് ചെയ്യാം. എന്താണ് സെർച്ച് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഒരു നോഡ് കൊടുക്കാം. അത് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡ് വിസിബിൾ ആകുന്ന ടൈമിൽ തന്നെ നമുക്കതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സെലക്ട് ആയി കഴിഞ്ഞിട്ടും നമ്മൾ യൂസർ ഒരു പ്രാവശ്യം കൂടി ടാപ്പ് ചെയ്താൽ മാത്രമാണ് അത് ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി സെർച്ച് മോഡ് ടേൺഡ് ഓൺ ആണെങ്കിൽ, സ്റ്റേറ്റ് ഷോ സെർച്ച് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പറയുകയാണ്, നമ്മൾ വിജറ്റ്സ് ബൈൻഡിങ് ഉണ്ട്, ബൈൻഡിങ്ങിൻ്റെ ഇൻസ്റ്റൻസ് എടുക്കുന്നു, അതിൻ്റെ ഒരു പോസ്റ്റ് ഫ്രെയിം നമ്മൾ ആഡ് ചെയ്യാണ്. കോൾ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫോക്കസ് നോഡ് ഉണ്ടെങ്കിൽ, ഫോക്കസ് നോഡ് റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആ ഫോക്കസ് നോഡിനോട് സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് നോഡ് ക്യാൻ റിക്വസ്റ്റ് ഫോക്കസ്, അതായത് ഫോക്കസ് ആക്കാൻ പറ്റുമെങ്കിൽ, അത് ഒരു വിജറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാണ് സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് നോഡിനോട് റിക്വസ്റ്റ് ഫോക്കസ്. അപ്പോൾ അത് കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യും. ഇതാണ് ഇത്ര. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലോഡായിട്ടുണ്ട്. സെർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഇപ്പോൾ വന്നില്ലല്ലോ. നമ്മളവിടെ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് അത് ഫോക്കസ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്കിവിടെ ഫോക്കസ് നോഡിൻ്റെ അകത്ത് നമ്മുടെ സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് നോഡ് അതും കൂടി ആഡ് ചെയ്യാം. റീലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കാണാം നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ ഡീഫോൾട്ടായിട്ട് തന്നെ ഫോക്കസ് എത്തി. ഇപ്പം നമുക്കിനി സെർച്ച് ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ്. ഇനി നമുക്ക് ഈ ചേഞ്ചസിനും കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഫീൽഡിൽ ഓൺ ചേഞ്ച്ഡ് മെത്തേഡിലാണ് നമുക്ക് ആ ഇത് കിട്ടുന്നത്. അവിടെ വെച്ച് നമുക്ക് ബ്ലോക്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ആ ഇവൻ്റ് നമുക്കിപ്പോൾ ഇല്ല, അത് നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോഴും യു ഐയിൽ ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ ഹുക്ക് പോയിൻ്റിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ട് ഇനി യൂസർ സെർച്ച് ടെക്സ്റ്റ് ഒന്ന് കൊടുക്കാം. അവിടെ വെച്ച് നമുക്ക് എന്തായാലും ഒരു സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്കതിന് സെർച്ച് ടെക്സ്റ്റ് ഒന്ന് കൊടുക്കാം.
അതിന് കൺസ്ട്രക്ടർ ആഡ് ചെയ്യാം. ഇനി അതിന് ശേഷമുള്ള അതിനോട് കറസ്പോണ്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സെർച്ച് ഫീൽഡ് കാണിക്കാനാണ് എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ആ കിട്ടിയ സെർച്ച് ടെക്സ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ടെക്സ്റ്റിൻ്റെ ഒരു എന്താണ് അല്ലെങ്കിൽ ക്വറി എന്നുള്ളതാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫിൽറ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സിനെയും കൂടി ആഡ് ചെയ്യാം. അത് ഓപ്ഷണലായിരിക്കും, കാരണം അത് എല്ലായ്പ്പോഴും ഉള്ളതല്ലല്ലോ. നമുക്കത് ഫിൽറ്റേർഡ് യൂസേഴ്സ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് കൺസ്ട്രക്ടറിൽ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്. അതിൻ്റെ തന്നെ കോപ്പി വിത്ത് മെത്തേഡിലും സിമിലർ ആയിട്ടുള്ള ചേഞ്ചസ് ആഡ് ചെയ്യാം. എന്തായാലും സ്ട്രിംഗ് ആണ്, ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഫിൽറ്റേർഡ് യൂസേഴ്സും ഉണ്ട്. അത് രണ്ടിനെയും കൂടി ആഡ് ചെയ്യാം. ഒരേ പേര് യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷൻ മാറാനാണ്. അതാണ് സാധാരണ നല്ലത്. അല്ലെങ്കിൽ ഓരോന്നിനും പുതിയ പുതിയ പേരുകൾ കൊടുക്കണമല്ലോ. ചിലർ സെർച്ച് ടെക്സ്റ്റ് എന്നൊക്കെ മാറ്റി കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്രോപ്പർട്ടീസിൽ സെയിം തന്നെ പുതിയ 2 വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്തത് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കതൊരു ചെറിയൊരു എററായിട്ട് കാണുന്നുണ്ട്, കാരണം ഇവിടെ നമ്മൾ ഇതിനായിട്ട് ഓപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും ടോപ്പിലും നമ്മൾ അത് തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവൻ്റ് ആഡ് ചെയ്തു. ആ ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സെർച്ച് ടെക്സ്റ്റ് വന്നതിന് ശേഷമുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു വേരിയബിളും കൂടി ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഇവൻ്റ് കൂടി ബ്ലോക്കിൽ ആഡ് ചെയ്യാം. നമുക്കൊരു പുതിയൊരു ഇവൻ്റ് ഹാൻഡ്ലർ ആഡ് ചെയ്യുന്നു. അവിടെ ആയിരുന്നു യൂസർ സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആ ഇവൻ്റ് വരുമ്പോൾ ഇവിടെയുള്ള ഇതേ സെയിം കണ്ടീഷൻസ് തന്നെയായിരിക്കും നമുക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തായാലും ഇതെല്ലാം ഉണ്ടാവുക. ഇവിടെ വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇനി ഈ ചേഞ്ചിനെ ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് സെർച്ച് ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ അതിനനുസരിച്ചുള്ള ഫിൽറ്റേർഡ് യൂസേഴ്സിന്. ഇത് 2 ഡേറ്റയാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അത് കൊടുക്കാം. സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെർച്ച് ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഇവിടെ എന്തായാലും ഇപ്പോൾ ഓപ്ഷനിൽ വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യാം. സെർച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഫിൽറ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റ് വേണം. ഫിൽറ്റേർഡ് യൂസേഴ്സ് നമുക്ക് ആദ്യം ഒരു എംപ്റ്റി ആയിട്ടുള്ളൊരു ലിസ്റ്റ് ആക്കാം. ഇനി സെർച്ച് ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3 ക്യാരക്ടറെങ്കിലും 2 ക്യാരക്ടറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് വെറുതെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫിൽറ്റേർഡ് യൂസേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേർക്വറി യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറിൽ നമുക്ക് ആദ്യം നെയിം മാത്രം വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ യൂസറിൻ്റെ അകത്തുള്ള നെയിം ഇത് ജസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് ആദ്യം നോക്കാം. സെർച്ച് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫിൽറ്റേർഡ് യൂസേഴ്സിലേക്ക് റിട്ടേൺ ചെയ്യാനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫിൽറ്റേർഡ് യൂസേഴ്സിനെ കൂടി ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ വരുന്ന സെർച്ച് ടെക്സ്റ്റ് എല്ലാം നമുക്ക് പുതിയ സ്റ്റേറ്റിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് യു ഐയിൽ ഇപ്പോൾ ലിസ്റ്റ് പറയുന്നത് യൂസേഴ്സിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എറർ മനഃപൂർവ്വം ആഡ് ചെയ്യുന്നതാണ്, കാരണം നമ്മളത് മിസ്സായി പോകാതിരിക്കാനായിട്ട്. ഇനി ഇവിടെ ബോഡിക്കകത്ത് നമുക്ക് എന്ത് വേണം, ഇവിടെ ഇപ്പോൾ യൂസേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ വരുന്നതിന് എന്താണ്, നമുക്ക് അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്താം. ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫൈനലായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ,
ചെറുതായിട്ടൊരു മാറ്റം വരുത്താം. നമ്മളുടെ സ്റ്റേറ്റിൽ സെർച്ച് ഫീൽഡ് ടേൺഡ് ഓൺ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റിലെ ഫിൽറ്റേർഡ് യൂസേഴ്സിനെ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ യൂസേഴ്സിന് കൊടുക്കാൻ പറയുന്നു. ഈ ഫിൽറ്റേർഡ് യൂസേഴ്സ് ഓപ്ഷണൽ ആയതുകൊണ്ട് നമുക്കതൊന്ന് ഹാൻഡിൽ ചെയ്യാം. കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഇവൻ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്കിവിടെ എന്താണ് വേണ്ടത്, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള, അപ്പോൾ യൂസർ സെർച്ച് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ വരുന്ന വാല്യൂ ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ക്ലോസ് ചെയ്യുന്നു, അത് വർക്കായി, ടേൺഡ് ഓൺ ആണ്. നമ്മളിനി റിയ എന്ന് പറഞ്ഞിട്ടുള്ളവരെ എൻ്റർ ചെയ്യുന്നു. വർക്കായിട്ടില്ല. നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് വർക്കാവാത്തതെന്ന്. പേര് നമ്മൾ ലോവർ കേസ് ആക്കാത്തതാണ് ഇഷ്യൂ. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത ഇമെയിൽ ഒന്ന് ചെയ്ത് നോക്കാം കൂടിയായിട്ട്. ഇമെയിൽ പക്ഷേ ഓപ്ഷണൽ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഹാൻഡിൽ ഒന്ന് ചെയ്യാം. ഓക്കെ, പേജിൽ ഇപ്പോൾ നമുക്കവിടെ സെലക്റ്റഡ് ആണെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡിൽ അവിടെ ഒരു ഹിൻഡ് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതൊന്ന് ചെറിയൊരു ചേഞ്ച് ചെയ്ത് നോക്കാം. ഡെക്കറേഷനിൽ നമുക്ക് ഒരു ഹിൻഡ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സെർച്ച് ബൈ നെയിം ഓർ ഇമെയിൽ, കുറച്ചും കൂടി യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതൊന്ന് ഫില്ല് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഇൻസെറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആണ്. നമുക്കിവിടെ സജഷൻസ് ഒക്കെ ചെയ്യുമെങ്കിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത സെർച്ചസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം, എഡിഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. മിനിമം 3 ടെക്സ്റ്റെങ്കിലും കൊടുക്കണം. അപ്പോൾ ചെയ്യാൻ വരുന്നുണ്ട്. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇമെയിൽ വെച്ചിട്ടുള്ള, അപ്പോൾ സ്റ്റേറ്റ് ലെവലിലോ ബ്ലോക്ക് ലെവലിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒന്ന് വിജറ്റ്സ് ഒന്ന് റിഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചേഞ്ചസ് വരില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഗോൾസും അച്ചീവ് ചെയ്ത് നോക്കാം. നമ്മൾ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈറ്റിൽ മാറിയിട്ട് അവിടെ ടെക്സ്റ്റ് ഫീൽഡ് വരുന്നുണ്ട്. നമുക്കതിൽ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാം. ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ മിനിമം 3 ക്യാരക്ടർ ആകും. നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. പേര് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഓർഗ് എന്ന് പറഞ്ഞ എന്തെങ്കിലും നോക്കാം. ഓർഗ് വരുന്നുണ്ട്. നമുക്ക് വേറെ ആരെയും നോക്കാൻ പറ്റുന്നത്, അപ്പോൾ ഇതിലാരെങ്കിലും ഇപ്പോൾ ക്ലെമൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അവർ വരുന്നുണ്ടോ നോക്കാം. 2 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് റിസെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നോക്കിയ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 2 ഇവൻ്റ് ആഡ് ചെയ്തു. ആ 2 ഇവൻറ്റിലും നമുക്ക് അതിനുള്ള ബ്ലോക്കിലുള്ള ഇവൻറ്റുകൾ ആഡ് ചെയ്തു. ഇവിടെ നമുക്കിപ്പോൾ ഉണ്ട് ഒരുപാട് ഇവൻറ്റ്സ് ആയപ്പോൾ ഇവിടെ കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കിത് റീഫാക്ടർ ചെയ്യാം. ഇവിടെ എളുപ്പത്തിൽ ചെയ്യാമെന്നത് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം അതിനൊരു മെത്തേഡിലേക്കായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺ യൂസർ സെർച്ച് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇതാണ് സാധാരണയുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതേപോലെ തന്നെ ചെയ്യാം. ഓൺ യൂസർ സെർച്ച് നമുക്ക് 2 ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇനി ഇവിടെ ഒരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ലോജിക്കിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റൻഷനായിട്ട്, യൂസറിൻ്റെ എക്സ്റ്റൻഷനായിട്ട് എഴുതാം. കുറച്ചും കൂടി ഒരു ക്ലീനർ ആയിട്ടുള്ള ഒരു ഇത് വരാനായിട്ട്. ഇപ്പോൾ 100 ലൈൻസിലും കൂടുതൽ ബ്ലോക്ക് പോകാത്തത് കൊണ്ട് നമുക്ക് വേറെ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്തൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഈ പേജിൽ സ്കെഫോൾഡിനെ ഈ യൂസർ ലിസ്റ്റ് വ്യൂയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ 2 ചേഞ്ചസ് ആഡ് ചെയ്തു. ഒന്ന്, ഈ സ്കെഫോൾഡിൽ സെർച്ച് ഫീൽഡ് ടേൺഡ് ഓൺ ആണെങ്കിൽ സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെയുള്ള സെർച്ച് മോഡിലാണെങ്കിൽ ക്ലോസ് ഓപ്ഷനും അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനും വരാനുള്ള ഒരു ആക്ഷൻ, ഒരു ഐക്കൺ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ടെക്സ്റ്റ് ഫീൽഡിലെ ചേഞ്ചസ് വരുമ്പോൾ യൂസർ സെർച്ച് ടെക്സ്റ്റ് ഇവൻറ്റ് കൊടുക്കാൻ ചെയ്തു. അതിനുശേഷം ലിസ്റ്റ് വ്യൂവിൽ ഈ ഡേറ്റ വരുമ്പോൾ സെർച്ച് ടെക്സ്റ്റ് ഫീൽഡ് ആണെങ്കിൽ ഫിൽറ്റേർഡ് യൂസേഴ്സ് യൂസ് ചെയ്യാൻ. ഇതെല്ലാം നമുക്ക് ഗെറ്റേഴ്സ് സ്റ്റേറ്റിൽ തന്നെ ഗെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എഴുതാം. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ടേസ്റ്റ് പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.